രൂപ വീഴുന്തോറും വിദേശത്തിരിക്കുന്ന ഇന്ത്യക്കാരിൽ നല്ല പങ്ക് ചിരിക്കുന്നുണ്ടാകണം. രൂപയുമായുള്ള വിനിമയത്തിൽ വിദേശ കറൻസികൾക്ക് വെച്ചടി കയറ്റം. $1 കിട്ടാൻ 87 രൂപ കൊടുത്താലും പോരാത്ത റെക്കോർഡ് തകർച്ചയാണ് രൂപയ്ക്ക്. രൂപയുടെ തകർച്ച പ്രവാസികളുടെ ഐശ്വര്യം. ചുങ്കം കൊണ്ട് മെക്സിക്കോ, കാനഡ, ചൈന എന്നിവരുടെ തലക്കടിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യക്കും കിട്ടാതിരിക്കാൻ വഴിയില്ല. നേരിട്ടടികിട്ടും മുമ്പേ ട്രംപിന്റെ ഇറക്കുമതി ചുങ്കം ഇന്ത്യക്ക് വെല്ലുവിളിയായി കഴിഞ്ഞു. കയറ്റിറക്കുമതി, നിക്ഷേപം, കറൻസി മൂല്യം, ഓഹരി വിപണി എന്നിവയിലെല്ലാം ചുവപ്പ് രാശി. ട്രംപിന്റെ ലോകത്ത് ഇന്ത്യ അതിവേഗം വളരുമോ തളരുമോ? ദേശീയപാതകളോട് ചേർന്ന് ലോജിസ്റ്റിക് പാർക്കുകൾ തുടങ്ങാൻ പദ്ധതി. ഡൽഹിയിൽ മന്ത്രി നിതിൻ ഗഡ്കരിയുമായി വ്യവസായ മന്ത്രി പി രാജീവ് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ വിഷയം ചർച്ചയായി. ഈ നിർദ്ദേശത്തെക്കുറിച്ച് ആലോചിക്കുമെന്ന് കേന്ദ്രമന്ത്രി. ഐഡിയ ലോജിക് ഇനി ലോജിസ്റ്റിക് ആയാൽ മതി. പുരപ്പുറത്ത് സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുന്നവരെ സഹായിക്കാൻ ഇക്കുറി കേന്ദ്ര ബജറ്റിൽ നീക്കിവെച്ചത് 20,000 കോടി രൂപ. കഴിഞ്ഞ വർഷം കേരളത്തിൽ 1,50,000 പേരാണ് സബ്സിഡി പുരപ്പുറത്ത് എത്തിച്ചത്. ആകെത്തുക 381 കോടി. ചൂടുകൊണ്ട് പുകഞ്ഞു തുടങ്ങിയ മലയാളികൾക്കായി ഇന്നത്തെ ചിന്താവിഷയം. പണി പോയാലും വേണ്ടില്ല, പണി മുടക്കുകയാണ് നാളെ ഒരു വിഭാഗം KSRTC ജീവനക്കാർ. ആനവണ്ടി കാത്തു നിൽക്കുന്ന യാത്രക്കാരുടെ അവസ്ഥയിലാണ് ജീവനക്കാർ. ശമ്പളം കിട്ടുമ്പോൾ കിട്ടും, ഏതായാലും സമയത്ത് കിട്ടില്ല. അത് വാങ്ങുന്ന തൊഴിലാളികൾ 8.5 വർഷം കൊണ്ട് നേർപകുതിയായിട്ടും കോർപ്പറേഷൻ രക്ഷപ്പെടുന്നില്ല. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.